ബാർക്കോഴയുമായി ബന്ധപ്പെട്ട വിഷയം ഉൾപ്പെടെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ആണ് ഉള്ളത്. മദ്യനയത്തിൽ അഴിമതി ആരോപണം സഭയിൽ ഉന്നയിച്ചിരിക്കുകയാണ്. പ്രതിപക്ഷം റോജി എം ജോണാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. എന്നാൽ മദ്യനയത്തിൽ പ്രാഥമിക ചർച്ച പോലും നടന്നിട്ടില്ല എന്നാണ് എക്സൈസ് മന്ത്രി എം ബി രാജേഷ് പറയുന്നത്. ടൂറിസം ഡയറക്ടറുടെ നേതൃത്വത്തിൽ വിഭവ സമാഹരണവുമായി ബന്ധപ്പെട്ട സെക്രട്ടറിമാരുടെ യോഗമാണ് ചേർന്നത്. വാട്സപ്പ് സന്ദേശത്തിന്റെ പേരിലാണ് ഇപ്പോഴത്തെ വിവാദമെന്നും എം ബി രാജേഷ് പറയുകയാണ്. ഇപ്പോൾ റോജി എം ജോർജ് സംസാരിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അധികാരത്തിൽ വന്നതിന് ശേഷം ഇപ്പോൾ കേരളത്തിൽ 800ഓളം ബാറുകളാണ് പ്രവർത്തിക്കുന്നത്. രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഏകദേശം 130ഓളം ബാറുകൾക്ക് ഇവിടെ ലൈസൻസ് കൊടുത്തിരിക്കുകയാണ്. എന്ന് വെച്ചാൽ കേരളത്തിലെ മദ്യം ഒഴുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയാണ് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ചെയ്തിരിക്കുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ പഴയ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ എന്റെ കയ്യിലുണ്ട്. അദ്ദേഹം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹം മദ്യനയവുമായി ബന്ധപ്പെട്ട് ചോദിച്ച കാര്യങ്ങളൊക്കെ എന്റെ മുമ്പിലുണ്ട്. ഞാനിപ്പോൾ അതൊന്നും കൂടുതലായിട്ട് വിശദീകരിച്ച് പോകാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് സർ. ബാർക്കോഴയുമായി ബന്ധപ്പെട്ടുകൊണ്ട് LDFന്റെ ഇടുക്കി ജില്ലാ കൺവീനർ ശ്രീ KK ശിവരാമൻ, അദ്ദേഹം CPIയുടെ നേതാവാണ്, ഇടുക്കി ജില്ലാ കൺവീനർ കൂടിയാണ്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് സർ. വീണ്ടും ഒരു ബാർക്കോഴയോ? അതിന്റെ തലക്കെട്ടതാണ് വീണ്ടും ഒരു ബാർക്കോഴയോ. എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്നു, ഇന്ന് രാവിലെ മുതൽ കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങൾ പുറത്തുവിടുന്ന ഒരു വാർത്ത അത്യന്തം ഗൗരവമുള്ളതാണ്. നിലവിലുള്ള മദ്യനയത്തിൽ ഇളവ് വരുത്തുന്നതിന് ബാർ ഉടമകൾ 2.5 ലക്ഷം രൂപ വീതം ഉടനടി നൽകണമെന്നാണ് ബാർ ഉടമ സംഘത്തിന്റെ. ഞാനത് പറയാണ് സർ. ഞാൻ അവസാനിപ്പിക്കാം. പറയുന്നത് നമുക്കായി ഇളവുകൾ നൽകുമ്പോൾ കൊടുക്കേണ്ടത് കൊടുക്കണമെന്നാണ് ഇതിൽ പറയുന്നത്. എന്ന് പറഞ്ഞാൽ സർക്കാരിന്റെ മദ്യനയത്തിൽ നമുക്ക് അനുകൂലമായ മാറ്റം വരണമെങ്കിൽ കൊടുക്കേണ്ടത് കൊടുക്കണം. ആർക്ക്? ആരാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്? ആർക്കാണ് കൊടുക്കേണ്ടതെന്ന ചോദ്യം ചോദിച്ചിരിക്കുന്നത് LDFന്റെ ജില്ലാ കൺവീനറായിട്ടുള്ള ശ്രീ KK ശിവരാമനാണ്. സാർ, ഞങ്ങളിപ്പോൾ ഒരു സംശയം ചോദിക്കാണ് സാർ. ഇപ്പോ LDF കൺവീനർ ചോദിക്കുന്നു കൊടുക്കേണ്ടത് കൊടുക്കണം, ആർക്ക് കൊടുക്കണമെന്ന് ചോദിക്കുന്നത് LDFന്റെ കൺവീനറാണ്. അപ്പോ ഞങ്ങൾക്കൊരു സംശയം, ഇപ്പോ നോട്ട് എണ്ണുന്ന മെഷീൻ ഇരിക്കുന്നത് AKG സെന്ററിലാണോ അതോ ക്ലിഫ് ഹൗസിലാണോ എന്ന് മുഖ്യമന്ത്രി അത് വ്യക്തമാക്കിയതെന്നായിരിക്കും സാർ. അതുകൊണ്ട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു, ഈ വെളിപ്പെടുത്തലുകളെ കുറിച്ച് അടിയന്തരമായ അന്വേഷണം വേണമെന്ന് LDFന്റെ കൺവീനർ തന്നെ പറയുകയാണ്. അത് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. ഇത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടക്കണം. ഇതിനെ സംബന്ധിച്ച് വിജിലൻസിന്റെ പരിശോധന നടക്കണം. ഇത് സംബന്ധിച്ച് കൃത്യമായ ജുഡീഷ്യൽ അന്വേഷണം നടക്കണം. ഇതിന്റെ അഴിമതിയുടെ ചുരുളുകൾ നമുക്ക് പുറത്തു കൊണ്ടുവരണം. ഈ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് സാർ.